ഇവിടെ മലയാളികളോട് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് പണിയെടുക്കാൻ തയ്യാറാവണ്ടോ. നിങ്ങളത് ബംഗാളികളെ ഇറക്കിങ്ങാണ്ട് ഓലക്കൊണ്ട് വിയർപ്പ് പണിയെടുപ്പിച്ചുകൊണ്ട് അതിന്റെ ലാഭം കൈപ്പറ്റുന്ന കുറെ ആളുകൾ നമ്മുടെ അറിവിലുണ്ട്. പിന്നെ ഒരുപാട് ആളുകൾ ആ ബിസിനസ് മേഖലയിൽ നടക്കണമുണ്ട് അല്ലെ. പക്ഷെ നിങ്ങളൊന്ന് കാര്യം ആലോചിച്ചിട്ടുണ്ടോ, നമ്മളൊക്കെ സൗദി അറേബ്യയിൽ ഏകദേശം 10 വർഷക്കാലത്തോളം പണിയെടുത്താണ്. നമുക്ക് ഈ ബംഗ്ലാദേശിന്റെ ബംഗാളികളാണെങ്കിലും നാട്ടിലുള്ള ആളുകളാണെങ്കിലും ഇവരുടെ സ്വഭാവം എന്താ വെച്ചാൽ ഇവർക്ക് ഇന്ന് കഴിയും നാളെക്കെങ്കിലും ഒരു ചിന്തൊന്നുമില്ല. അപ്പൊ എന്ത് കൊലപാതകമാണ്. ഇപ്പൊ നമ്മൾ കുറ്റിപ്പുളിക്കല് മുമ്പ് കണ്ടതല്ലേ, നമ്മൾ ഒരു കഴുത്തറുത്ത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ആ പാണ്ടിക്കാട്ടുകാർ ഉഷാറ് കൊണ്ടും അടുത്ത പോലീസുകാരെ ഉഷാറ് കൊണ്ടൊക്കെ ഓല് അന്ന് ഓല നാട്ടിൽ പോയിട്ട് ഇങ്ങാണ്ട് തിരിച്ചെടുത്ത് കൊടുന്നു അല്ലെ. അപ്പൊ നമ്മൾ മലയാളിക്ക് എന്താ അറിയാം, ദയാ കാരുണ്യം ഇതൊക്കെ കുറച്ച് കൂടുതലാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഇനി നമ്മളെ നാട്ടിലെ നമ്മളെ ആളുകൾക്ക് പണിയെടുക്കാൻ മടിന്റെ ഒരു കാരണമുണ്ട് കേട്ടോ. നമ്മൾ തന്നെ മുഖ്യ കാരണം പോലെ നമ്മളെ നാട്ടിലേക്ക് വന്നതും അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്താ വെച്ചാല് നമ്മളിങ്ങനെ എല്ലാത്തിനും ഓല ആശ്രയിക്കാൻ നിന്നാൽ പോലും നമ്മളിലേറെ 1 or 2 ആളുകൾ എണ്ണം കൂടുതലായാൽ മതി, പോലെ അംഗബലം അവിടെ കാണിക്കും. ഇപ്പൊ സൗദി അറേബ്യയിലാണെങ്കിൽ ഏത് രാജ്യത്താണ് നമ്മൾ കാണുന്നല്ലേ, ഓർക്ക് ഇന്ന് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളൂ, നാളേക്ക് ഒരു ചിന്തല്ല. കൊല്ലാനും മടിച്ചൂല, തല്ലാനും മടിച്ചൂല. ഇപ്പൊ നമ്മളിലേറെ മലയാളം ഉഷാറായിട്ട് ഓർക്ക് സംസാരിക്കാനും അറിയും. അപ്പൊ അവരൊക്കെ സംസാരിച്ച് നമ്മൾ ഈ പറയുന്നതൊക്കെ ഓർക്ക് തിരിച്ചറിയും. പക്ഷെ ഇത് തിരിച്ചറിയാൻ അന്തം ഞമ്മക്കില്ല അല്ലെ. നമ്മളെ നാട്ടുകാർക്ക് ഇപ്പൊ നീ കണ്ടോളി പല ദിക്കുകളിലും പിന്നെ കൊലപാതകങ്ങളൊക്കെ വർദ്ധിച്ചു. ഇനി ക്രൈം ഒന്നായിട്ട് കൂടും. ഇവർ നമ്മുടെ രാജ്യക്കാരാണ്, നമ്മുടെ നാട്ടിലുള്ളവരാണ്. അവർക്ക് റേഷൻ കാർഡ് ഗവൺമെന്റിന്റെ വക അതിഥി തൊഴിലാളികൾ നല്ല മുൻഗണന ഒക്കെ കൊടുത്തിട്ട് ലാസ്റ്റ് ഇവിടെ എല്ലാ ആളുകളുണ്ടല്ലോ, ഇവിടെ എല്ലാ ആളുകൾ പട്ടിണിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കുറച്ച് പണിക്കാരിറക്കിങ്ങാണ്ട് ഒരു സൈറ്റ് കോൺട്രാക്ട് എടുത്തുങ്ങാണ്ട് ഒരു ബിൽഡിംഗ് വർക്കാണെങ്കിലും അല്ലെങ്കിൽ ഒരു കാട് വെട്ടലാണെങ്കിലും എന്ത് വർക്കാണെങ്കിലും അതുകൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും, താൽക്കാലിക ബെനിഫിറ്റ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പൈസ അവരുടെ നാട്ടിലേക്ക് കയറി പോകുമ്പോൾ ഇന്റെ പൈസ അത് ഇന്റെ നാട്ടുകാരന്റെ മറ്റൊരു കടയിലേക്ക് നിക്ഷേപിക്കുമ്പോൾ അത് ഇവിടെ തന്നെ കടന്ന് കളിച്ച് നമുക്ക് പൈസയും ബുദ്ധിമുട്ടും അതുപോലെ തന്നെ പായരും ഭാരാബ്ദം തീരുന്നതിന് പകരം നമ്മളെല്ലാതും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഇതെങ്ങനെ പോകുന്നതായിരിക്കും. പണ്ടത്തെ ഒരു സിസ്റ്റത്തിലേക്ക് പോകും. നമ്മളൊക്കെ കടത്തിലും കോപ്പുക്കുത്തും ഡെവലപ്മെന്റ് ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ ഡെവലപ്മെന്റ് അടിപൊളിയായിട്ടുണ്ടാവും. പക്ഷെ എന്താ അറിയോ, കായ് നമ്മളെ കയ്യിലൊന്നും ഉണ്ടാവില്ല. ഒക്കെ അത് മാത്രമല്ല ഇവരൊക്കെ പാടെ കൂടിയിട്ട് ലാസ്റ്റ് നമ്മളവിടെ അടിച്ചു പോയി ഇതിന്റെ ഒരു സാഹചര്യത്തിൽ എത്താൻ വലിയ ദൂരമൊന്നുമില്ല. അപ്പൊ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ എന്താ അറിയോ, ഇനിയെങ്കിലും പണിയെടുക്കാൻ തയ്യാറായിട്ട് ഇത്തരം ആളുകൾക്ക് ഏതൊരു മേഖലയിലാണ് അവരെ മാറ്റി നിർത്താൻ ശ്രമിച്ചില്ലെങ്കിൽ ഇനി പട്ടിണിയുടെ കൂമ്പാരം തന്നെ നമുക്ക് പേറേണ്ടി വരും, യാതൊരു സംശയവുമില്ല.